ഇന്നത്തെ വീഡിയോ ചെറിയൊരു അത്താഴ പരിപാടിയാണ് കേട്ടോ. ഞാൻ ചന്തയിൽ പോയി ചന്തയിലുള്ള മത്തിയും കണവയും ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. നേരെ വീട്ടിലെ പോരാളുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? വൃത്തിയാക്കാൻ. പോരാളി അപ്പോഴും ഒരു ഡയലോഗ് അടിച്ചും, ഞാൻ വൃത്തിയാക്കിയൊക്കെ തരാം, പക്ഷെ കറി വെക്കേണ്ടതൊക്കെ നിൻ്റെ ചുമതലയാണ്. ഓക്കെ, ഞാനത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. കാരണം എന്താ, കുറേ നാളെ അടുക്കളയിൽ കയറിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ഉറപ്പിച്ചു, ഇന്ന് മത്തി മുളവിട്ടതും കണവ തോരനും തന്നെയാണ് ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഐറ്റം. കണവ തോരൻ വെക്കാനും മത്തി മുളവിടാനുള്ള സവാളയാട്ടോ എന്നെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എന്നെ കരയിപ്പിക്കുന്നുണ്ട്. സാരമില്ല, പോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നുപോയി. മത്തി മുളവിടാനുള്ള പുളി ഞാൻ വെള്ളത്തിയിട്ടില്ല. അതും വെള്ളത്തിലൊന്നിട്ട് കുറച്ച് ഞാൻ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണേ. അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പച്ചമുളകും മുളകും തക്കാളിയും സവാളയും എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആദ്യം നമ്മുടെ മത്തി മുളവിട്ട് തന്നെ തയ്യാറാക്കാം. അടുപ്പത്തേക്ക് ചീനിച്ചട്ടി ഒഴിച്ചോ ചീനിച്ചട്ടി വെച്ചതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് ഉലുവയിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് ചതച്ചതാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് സവാളയും തക്കാളിയും ഇടാം. ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ. പിന്നെ മത്തി മുളവിട്ട് വെക്കുന്നത് കേരളത്തിലുള്ള ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സവാളയും തക്കാളിയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടികളെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. തിള വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിനകത്തോട്ടിട്ടാം. ഈ ലാസ്റ്റ് കാണിക്കുന്നത് കറി ഫുള്ളായിട്ടൊന്ന് റെഡി ആയിട്ടുള്ളതായിട്ടോ. അങ്ങനെ ഞങ്ങളുടെ മത്തി മുളവിട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കിനി കണവ തോരൻ തയ്യാറാക്കാം. അതേപോലെ തന്നെ പാൻ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇടുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർക്കുക. അതിനുശേഷം നമുക്ക് തക്കാളി, സവാള എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റി നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കുക. മല്ലിപ്പൊടി ഇല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവകളെയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ പാകമാണെന്ന് അറിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഞാൻ ഈ മൂടി വെച്ച് വേവിച്ചതിൻ്റെ വീഡിയോ ഞാനിതിൽ ചേർത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കാൻ മറന്നുപോയി. കണവയൊക്കെ ചേർത്തതിന് ശേഷം ആ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കേട്ടോ. അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞ് നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി. അസഹ്യമായി ചൂട് കാരണം ഞാൻ ഇനി കുളിച്ചിട്ടൊക്കെ വരാം. കുളിച്ചിട്ട് വന്നിട്ടുള്ള ഈ ഒരുക്കം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസൊക്കെ ഇരിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത്. മത്തി മുളവിട്ടതും കണവ തോരൻ വെച്ചതും കൂടെ ചേർത്ത് നമുക്ക് ചോറ് കഴിക്കാം. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ലേ കേട്ടോ, അസാധ്യ ടേസ്റ്റ് കേട്ടോ. വീട്ടുകാർക്ക് എൻ്റെ കൈപുണ്യത്തെ പറ്റി വലിയ അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് ഇനിയിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ ടാറ്റാ, ബൈ.